ഹായ് ഫ്രണ്ട്സ്, ഷഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമുക്ക് കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു എല്ലും കപ്പയുടെ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം വേണ്ടത് അരപ്പാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് ചെറിയ ഉള്ളി, അതുപോലെ 3 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 6 അല്ലി വെളുത്തുള്ളി, അതുപോലെ 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. എല്ലിവിടെ ഞാൻ നേരത്തെ നല്ലവണ്ണം കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പൗഡേഴ്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ എല്ല് മാത്രം കിട്ടാറില്ല കേട്ടോ, അതിൽ പല ഭാഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിന് ഞങ്ങളിവിടെ പലവക എന്ന് പറയാറുണ്ട്. ഇതിലൊരു പഞ്ഞി പോലുള്ള ഭാഗമുണ്ട്, അതിന് ഞങ്ങളിവിടെ പതിരി എന്ന് പറയും. നിങ്ങളവിടെയൊക്കെ എന്താണ് പറയാറ്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു തവി വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ എല്ലുള്ളത് കൊണ്ട് കയ്യിൽ തട്ടാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. എല്ലിവിടെ അത്യാവശ്യത്തിനൊന്ന് വെന്തിട്ടുണ്ടാവും. ഞാനിവിടെ ഒരു 6 വിസിൽ വരുന്ന രീതിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ആ എല്ലിലെ ചെറിയ രീതിയിലുള്ള മാംസമൊക്കെ ഒന്ന് എല്ലിൽ നിന്ന് വിട്ടു പോകുന്ന രീതിയിൽ നമുക്ക് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച കപ്പയാണ്. കപ്പ കട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ പീസ് ഒന്ന് കഴിച്ച് നോക്കുക. കഴിപ്പുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പക്ക് കയ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലിവിടെ അത്യാവശ്യത്തിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ എല്ല് വെന്ത് വരുമ്പോൾ അതിൽ അത്യാവശ്യം ഒന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് 1 കപ്പോളം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കപ്പ ചേർത്തതിന് ശേഷം നമുക്ക് വേവാൻ ആവശ്യമായ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. കപ്പ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ ആവുന്നത് വരെയാണ് ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. 2 വിസിലായാൽ തന്നെ നമുക്ക് കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടും, കുക്കറിലായതുകൊണ്ട് തന്നെ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ അത്യാവശ്യം കപ്പ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം മസാലയും കപ്പയും ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയ കുക്കറായതുകൊണ്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിവിടെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ഒന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കാം. ചിലർക്ക് കപ്പ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിലാവും ഇഷ്ടം. അതുപോലെ ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ചപ്പും അതുപോലെ വലിയ ഉള്ളി ഒരു ചെറുതൊന്നും എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിലായിട്ട് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള എല്ലും കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.